അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ശംവീൽ നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം ഇസ്രായേൽക്കാരുടെ ആത്മീയ നേതൃത്വം ദാവൂദ് നബി അലൈഹിസ്സലാമിനാണെന്നും രാജാവായിരുന്ന താലൂത്ത് മരിച്ചപ്പോൾ രാജ്യഭരണവും അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും ഹദീസുകളിലും കിതാബുകളിലും നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ നബിത്വവും രാജഭാരവും അദ്ദേഹത്തിൽ ഒരുമിച്ച് കൂടി. ഇത് രണ്ടും കൂടി ലഭിച്ച മഹാന്മാർ വളരെ ചുരുക്കമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്രായേൽക്കാർ പൂർവോപരി അഭിവൃദ്ധിപ്പെടുകയുണ്ടായി. അവരെ അടിമകളാക്കി വച്ചിരുന്ന ശത്രുക്കളെല്ലാം പരാജയപ്പെടുത്താനും സ്വേച്ഛാധിപത്യവും അനാചാരങ്ങളും ഇല്ലാതാക്കാനും ദാവൂദ് നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞു. ദൈവനിന്ദകരായ ശത്രുക്കളെ നേർവഴിക്ക് ആനയിക്കുന്നതിൽ നബി മിക്കവാറും വിജയം വരിച്ചു. അങ്ങനെ ശത്രുക്കളെല്ലാം ഇസ്രായേൽക്കാരുടെ മിത്രങ്ങളായി മാറി. നബിയുടെ കയ്യിൽ തന്നെ ഭരണാധികാരവും ഉണ്ടായിരുന്നത് കൊണ്ട് ഇസ്രായേലുകാർ ധിക്കാരത്തിനൊന്നും മുതിരാതെ അദ്ദേഹത്തെ സർവാത്മന അനുസരിച്ചു പോന്നു. കുറ്റവാളികളെ മാതൃകാപരമായി അദ്ദേഹം ശിക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു തൻ്റെ വർഗക്കാരായ ഇസ്രായേലിയർ കുതിരകളുടെ സ്വഭാവക്കാരാണെന്ന്. അതനുസരിച്ച് അവരോട് പെരുമാറാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അനിതര സാധാരണമായിരുന്നു. സ്വരമാധുരിയിൽ ദാവൂദ് അലൈഹിസ്സലാമിനെ കവച്ചു വെക്കാവുന്നവരായി ലോകത്ത് ആരുമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് 70-ൽ പരം രീതിയിൽ സ്വരം മാറ്റി സംസാരിക്കാൻ കഴിയുമായിരുന്നു എത്രേ. ആ മധുരസ്വരം ഇസ്രായേൽക്കാർക്ക് കർണപീയൂഷമായിരുന്നു. അവരെ ആനന്ദതന്തുലിതരാക്കാൻ മാത്രമല്ല, പൊട്ടിക്കരയിക്കാനും ആ സ്വരത്തിന് കഴിഞ്ഞിരുന്നു. ആ ശക്തി ചരിത്രപ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ വേദപാരായണത്തിൻ്റെ മാധുര്യം അവർണ്ണനീയമായിരുന്നു എത്രേ. അള്ളാഹുവിൻ്റെ 4 ഗ്രന്ഥങ്ങളിലൊന്നായ സബൂർ എന്ന വേദം അദ്ദേഹത്തിന് അവതരിച്ച് കിട്ടിയതാണ്. അതിൽ താക്കീതുകളും അനുമോദനങ്ങളും മാത്രമേയുള്ളൂ. വിധിവിലക്കുകളൊന്നുമില്ല. തൗറാത്തിലുള്ള നിയമങ്ങൾ തന്നെയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം നടപ്പിൽ വരുത്തിയത്. യാതൊരു പരിഷ്കരണവും അതിൽ വരുത്തുകയുണ്ടായില്ല. അക്കാലത്ത് ഷാം, പലസ്തീൻ, അമ്മാമ, ഹലബ്, നസീബിൻ, ഹമ്മാത്ത്, ഹിന്ദാബ്, ജോർഡാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽക്കാരുടെ കൈവശം വന്നു ചേർന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ ജയിക്കാൻ ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. യുദ്ധതന്ത്രത്തിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. നല്ലൊരു സൈന്യവും അദ്ദേഹം സജ്ജീകരിച്ച് നിർത്തിയിരുന്നു. അത് കാരണം ഇസ്രായേൽക്കാരുടെ പ്രതാപം വർദ്ധിച്ചു. അവർ സുഖത്തിലും സന്തുഷ്ടിയിലും ജീവിച്ചു. എന്നാൽ നബിയുടെ ജീവിതം വളരെ ലളിതമായ രീതിയിലായിരുന്നു. പൊതു ഭണ്ഡാരത്തിൽ നിന്ന് യാതൊന്നും അദ്ദേഹം ജീവിതത്തിന് വേണ്ടി സ്വീകരിച്ചില്ല. ഇരുമ്പിൻ്റെ പടയങ്കി നിർമ്മിച്ച് വിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിത ചെലവുകൾ നിർവഹിക്കുകയും ബാക്കിയുള്ളത് ധർമ്മം ചെയ്യുകയുമായിരുന്നു തൻ്റെ സ്വഭാവം. ഇരുമ്പ് കൊണ്ട് പടയങ്കി ഉണ്ടാക്കിയത് ആദ്യമായി ദാവൂദ് നബിയായിരുന്നു. ഇതിന് വിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്.
അന്നത്തെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് കൊണ്ട് പലതും ചെയ്യാറുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഫലസ്തീനായിരുന്നു ഇസ്രായേലിയരുടെ ആസ്ഥാനം. അവിടെ അദ്ദേഹം ഒരു പള്ളിക്ക് തറക്കല്ലിട്ടു, പക്ഷേ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പുത്രനാണത് പണി തീർത്തത്. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അക്സ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രസ്തുത പള്ളി മുസ്ലിങ്ങളെ കൂടാതെ ക്രിസ്ത്യാനികളും ജൂതന്മാരും പുണ്യസ്ഥലവും തീർത്ഥാടന കേന്ദ്രവുമായി കരുതി വരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഹിജ്റയ്ക്ക് ശേഷം 16 മാസം ആ പള്ളി കിബിലയാക്കിക്കൊണ്ടായിരുന്നു നിസ്കാരവും മറ്റു കർമ്മങ്ങളും നിർവഹിച്ചത്. പിന്നീട് വീണ്ടും കിബില കഅബയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ പിടിയിലാണ്. സർവശക്തനും അജനീയനുമായ അള്ളാഹു എത്രയും വേഗം അത് മുസ്ലിങ്ങൾക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ ആയതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഫലസ്തീനികൾക്ക് വേണ്ടിയും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു വിഭാഗം ഇസ്രായേലിയർ തിബിരിയ കടൽ തീരത്ത് അയിലത്ത് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. മീൻ പിടിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇസ്രായേലിയരുടെ വാരാന്ത സമൂഹ പ്രാർത്ഥനാ ദിവസം ശനിയാഴ്ചയാണ്. അന്നേ ദിവസം ഐഹികമായ തൊഴിലുകളിൽ വ്യാപൃതരാകാതെ പള്ളിയിൽ പോകണമെന്നാണ് തൗറാത്തിൻ്റെ നിയമം. വിശിഷ്യ അന്ന് മത്സ്യം പിടിക്കാൻ കടലിൽ ഇറങ്ങരുത്. അയത്തുകാർക്ക് ഈ നിയമം വളരെ പ്രയാസകരമായി തോന്നി. അത് ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാം അവരെ പിന്തിരിപ്പിച്ചു. അപ്പോൾ അവർ ഒരു കുബുദ്ധി അല്ലെങ്കിൽ ഒരു സൂത്രം കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. ശനിയാഴ്ച കടലിൽ പോയി മത്സ്യം പിടിക്കരുതെന്നാണ് തൗറാത്തിൻ്റെ ആജ്ഞ. അതവർ ദുർവ്യാഖ്യാനം ചെയ്തു. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം കടലിൽ പോകുന്നത് പോലെ ശനിയാഴ്ച കടലിൽ പോകേണ്ടെന്ന് വെച്ചു. ശനിയാഴ്ച മത്സ്യം പിടിക്കാൻ വേണ്ടി ചില തോടുകളും കൈവഴികളുമെല്ലാം അവർ കടലിൽ നിന്ന് കീറിയുണ്ടാക്കി. ജുമാക്ക് പോകാതെ അന്നും അവർ പ്രസ്തുത തോടുകളിൽ നിന്ന് മീൻപിടുത്തത്തിൽ ഏർപ്പെടുകയും പതിവായി. ഈ വിവരം കിട്ടിയപ്പോൾ ദാവൂദ് അലൈഹി ഇസ്ലാം അവരെ താക്കീത് ചെയ്തു. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അത് ലംഘിക്കുന്നതിനേക്കാൾ കഠിന പാപമാണെന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. എന്നാൽ അവർ പിന്മാറുകയുണ്ടായില്ല. തൗറാത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ന്യായവാദം മുഴക്കുകയും നബിയെ ധിക്കരിക്കുകയുമാണ് അവർ ചെയ്തത്. അവസാന നബി അവർക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾക്ക് ഭയങ്കരമായ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തന്നെ ലഭിച്ചേക്കും. ലോകാവസാനം വരെയുള്ള ജനതയ്ക്കിത് പാഠമായി തീർന്നേക്കും. ഇതൊന്നും അവർ സ്വീകരിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് വയറ്റിൻ്റെ പ്രശ്നമാണ്, പട്ടിണി കിടക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അതിന് ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് വേണമെന്ന് ചിന്തിക്കാം. അള്ളാഹു അവരെ ശിക്ഷിച്ചു, ഇഹത്തിൽ വെച്ച് തന്നെ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് കാണുക നിശ്ചയം. നിങ്ങളിൽ നിന്ന് ശനിയാഴ്ച ദിവസം നിയമലംഘനം നടത്തിയവരെ പറ്റി നിങ്ങൾക്ക് നല്ല പോലെ അറിവുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരാകുവിൻ എന്ന്. അങ്ങനെ നാം ആ ഗ്രാമക്കാരെ അതിനു മുമ്പിലും പിന്നിലുമുള്ളവർക്കൊരു ശിക്ഷാപാഠവും ദോഷബാധ സൂക്ഷിക്കുന്നവർക്കൊരു ഉപദേശവുമാക്കി. സൂറത്തുൽ ബഖറ. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഹറാമിനെ ഹലാലാക്കുന്ന ജനതയ്ക്ക് എന്നേക്കുമുള്ള ഒരു സാധന പാഠം ഈ സംഭവത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇവിടെ കുരങ്ങന്മാരാക്കി എന്ന ഖുർആൻ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ രണ്ടഭിപ്രായം വന്നിട്ടുണ്ട്. തനി കുരങ്ങന്മാരായി അവർ മാറിയെന്നും അതല്ല കുരങ്ങന്മാരെ പോലെ അനുകരണ വാസന വർദ്ധിച്ച വിഡ്ഢികളായി തീരുകയാണ് ഉണ്ടായതെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അള്ളാഹു ചരിത്രങ്ങളെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് തെറ്റിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനാണ്. ഈ കാലഘട്ടത്തിലും ഹറാമായ മുതലിനെ ന്യായീകരിച്ചുകൊണ്ട് ഹലാലാക്കാൻ ശ്രമിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.